ധർമ്മദേവനും വിതുരരും. വിതുരരുടെ കഥയ്ക്ക് പിന്നിൽ നിരവധി കഥകളുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചിലർ ആരൊക്കെയെന്ന് നമുക്കറിയണ്ടേ? ആണിമാണ്ഡവ്യനും ഉഗ്രശ്രവസ്സും ശീലാവതിയും ധർമ്മദേവനുമൊക്കെ അതിലെ കഥാപാത്രങ്ങളാണ്. ആ കഥകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? ആത്മീയമായ വഴികളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു മാണ്ഡവ്യൻ. സഹജസ്നേഹവും സത്യസന്ധതയും ദയയും അദ്ദേഹം മുറുകെ പിടിച്ചു. നിയമങ്ങളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും ആനന്ദം കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. തന്റെ കർത്തവ്യങ്ങൾ നന്നായി അറിയുന്നവനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായിരുന്നു അദ്ദേഹം. സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ച് വിശ്വസിച്ച മാണ്ഡവ്യൻ അർപ്പണബോധമുള്ളവനുമായിരുന്നു. അതിൽ മാണ്ഡവ്യൻ ഉറച്ചു നിന്നു. മാണ്ഡവ്യമുനി നല്ല തപോബലമുള്ള മുനിയായിരുന്നു. കാലക്രമേണ അദ്ദേഹം മഹത്തായ പല കഴിവുകളുമുള്ള ശക്തനായ യോഗിയായി മാറി. വിജനമായ കാടിനുള്ളിലായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമം. തന്റെ ആശ്രമത്തിന്റെ പ്രവേശന കവാടത്തിലെ ഒരു ഭീമാകാരമായ ആൽമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ദിവസങ്ങളോളം നിശബ്ദനായി ധ്യാനിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തന്റെ ആശ്രമത്തിൽ ഏകാഗ്രതയോടെ തപസ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അതുവഴി ഒരു കൊള്ളസംഘത്തെ ഓടിച്ചുകൊണ്ട് കുറെ രാജഭടന്മാർ കടന്നു വന്നു. ഭടന്മാർക്ക് മുന്നേ ഓടിയെത്തിയ കൊള്ളക്കാർ ആശ്രമം കണ്ട് തങ്ങളുടെ കളവു മുതൽ ആശ്രമത്തിൽ ഒളിപ്പിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. കള്ളന്മാരെ പിന്തുടർന്നെത്തിയ ഭടന്മാർ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മുനിയെ കണ്ടു. അവർ ആശ്രമത്തിന്റെ അകത്ത് കയറി നോക്കി. അവിടെ നിന്ന് ഭടന്മാർ കളവു മുതൽ കണ്ടെത്തി. തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി, കൊള്ളത്തലവൻ തങ്ങളെ പറ്റിക്കുന്നതിനായി വേഷപ്രച്ഛന്നനായി മുനിയെപ്പോലെ തപസ് ചെയ്യുന്ന ഭാവത്തിൽ ഇരിക്കുകയാവുമെന്ന് അവർ കരുതി. മുനി കൊള്ളത്തലവനാവുമെന്ന് തെറ്റിദ്ധരിച്ച് അവർ അദ്ദേഹത്തെ പിടിച്ചുകെട്ടി. മൗനവ്രതത്തിലായിരുന്ന മുനി എതിർക്കുകയോ താൻ ആരാണെന്ന് അവരോട് പറയുകയോ ചെയ്തില്ല. അദ്ദേഹം അവരെ അനുസരിച്ചു. രാജഭടന്മാർ മുനിയെ കെട്ടിയിട്ടു. ദീർഘവും ആവർത്തിച്ചുള്ളതുമായ ചോദ്യം ചെയ്യലുകൾ പല പ്രാവശ്യം നടന്നു. പക്ഷേ മാണ്ഡവ്യനിൽ നിന്ന് ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. അവർ അദ്ദേഹത്തെ ശാരീരികമായി ഉപദ്രവിച്ചു. എന്നിട്ടും മുനി ഒന്നും പറഞ്ഞില്ല. താമസിയാതെ രാജഭടന്മാർ യഥാർത്ഥ മോഷ്ടാക്കളെ പിടികൂടി. അവർ മാണ്ഡവ്യനെയും കള്ളന്മാരിൽ ഒരാളായി കരുതി രാജാവിന്റെ മുമ്പാകെ ഹാജരാക്കി. രാജാവ് കള്ളന്മാർക്കെല്ലാം വധശിക്ഷ വിധിച്ചു. ഭടന്മാർ അവരെയെല്ലാം വധശിക്ഷ നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ജീവനോടെ കുന്തത്തിന്റെ അറ്റത്ത് കുത്തിനിർത്തി ശിക്ഷ നടപ്പാക്കാനായിരുന്നു രാജകൽപ്പന. ഇതനുസരിച്ച് കള്ളന്മാരെയും മാണ്ഡവ്യനെയും രാജഭടന്മാർ കുന്തത്തിൽ കുത്തിനിർത്തി. താമസിയാതെ കള്ളന്മാർ മരിച്ചു. ജീവിതവും ഭക്ഷണവും നഷ്ടപ്പെട്ട മുനി കുന്തമുനയിൽ തനിച്ചായി. ദിവസങ്ങൾ കടന്നുപോയെങ്കിലും മാണ്ഡവ്യമുനി തന്റെ ജീവൻ ഉപേക്ഷിച്ചില്ല. അദ്ദേഹം തന്റെ എല്ലാ യോഗശക്തികളാലും ശ്വസിക്കുകയും വേദനയെ ചെറുക്കുകയും ചെയ്തു. മാണ്ഡവ്യൻ അത്ര ശക്തനായ ഒരു യോഗിയായിരുന്നു. അദ്ദേഹം തന്റെ ജീവൻ നിലനിർത്തുക മാത്രമല്ല, തന്റെ ശക്തിയിലൂടെ സഹയോഗികളെ ആ സ്ഥലത്തേക്ക് വിളിക്കുകയും ചെയ്തു. അന്നു രാത്രി പല സന്യാസിമാരും പക്ഷികളുടെ രൂപം ധരിച്ച് എല്ലാ ദിക്കുകളിൽ നിന്നും അവിടെ എത്തി. കുന്തത്തിൽ കഷ്ടപ്പെട്ട് തന്റെ തപസ്സുകൾ തുടരാൻ അദ്ദേഹം പാടുപെടുന്നത് കണ്ട് അവിടെ കൂടിയിരുന്ന ഋഷിമാർ ദുഃഖിതരായി. ആ കാഴ്ചയിൽ അവർ വല്ലാതെ പ്രയാസപ്പെട്ടു. വിഷമത്തോടെ അവർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാബ്രാഹ്മണ, ഇത്രയും ഭയങ്കരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടാൻ അങ്ങ് എന്ത് പാപമാണ് ചെയ്തത്? എന്തിനാണ് അങ്ങയെ ഇങ്ങനെ കുന്തത്തിൽ കോർത്ത് കഷ്ടപ്പെടുത്തുന്നത്? ഞങ്ങൾ അത് അങ്ങയിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ വാക്കുകൾ കേട്ട മാണ്ഡവ്യമുനി ഇങ്ങനെ പറഞ്ഞു: എന്റെ കഷ്ടപ്പാടുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചെയ്തവർ കരുതിക്കൂട്ടിയായിരിക്കില്ല. അവർ ഒരു ഉപകരണം മാത്രമായതാവാം. എല്ലാം എന്റെ വിധിയാവാം. എന്നാൽ ഇതിന് കാരണം എന്തെന്ന് എനിക്കറിയില്ല. ഇതിന് തക്ക എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നെനിക്കറിയില്ല. പക്ഷെ തീർച്ചയായും എന്റെ കഷ്ടപ്പാടുകൾക്ക് കാരണം എന്തെന്ന് ആർക്കും തന്നെ അറിയില്ല. മുനി തന്റെ സഹസന്യാസിമാരോട് മറുപടി പറഞ്ഞു. അവർ ദുഃഖത്തോടെ തിരികെ പോയി. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായിരുന്നു ഉഗ്രശ്രവസ്. എന്നാൽ പിതാവിന്റെ ഒരു ഗുണവുമില്ലാത്തവനായിരുന്നു അവൻ. ക്രൂരനും വിടനുമായിരുന്നു അയാൾ.
ഉഗ്രശ്രവസിന്റെ പത്നിയായിരുന്നു പതിവ്രതയായ ശീലാവതി. ഭർത്തൃശുശ്രൂഷയിൽ മാത്രം ശ്രദ്ധാലുവായിരുന്ന ശീലാവതിയെ ഭർത്താവ് നിരന്തരം കുറ്റം പറയുകയും ക്രൂരമായി ശകാരിക്കുകയും ചെയ്തിരുന്നു. ഒരു കുറ്റവും ചെയ്യാതെ തന്നെ ശീലാവതിയെ അയാൾ എപ്പോഴും വഴക്ക് പറയും. ശീലാവതിയെ കുറ്റപ്പെടുത്തുന്നതിൽ അയാൾ എപ്പോഴും ആനന്ദം കണ്ടെത്തി. അവളുടെ വേദനയിൽ അയാൾ സന്തോഷിച്ചു. എന്നാലും ശീലാവതി ഭർത്താവിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാതെ എല്ലാം അനുസരിക്കുകയും ഭക്തിയോടെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തു വന്നു. ഒരിക്കൽ പോലും അവൾ തന്റെ ഭർത്താവിനെ എതിർക്കുകയോ അദ്ദേഹത്തോട് പരിഭവിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഉണ്ടായില്ല. അദ്ദേഹം തന്നോട് ചെയ്യുന്നതൊന്നും കാര്യമാക്കാതെ ഭക്തിപൂർവം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഉഗ്രശ്രവസിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും കണ്ടില്ല. എന്നാൽ കർമ്മഫലമാണോ എന്നറിയില്ല. ഉഗ്രശ്രവസിന് രോഗം പിടിപെട്ടു. അപ്പോഴും ശീലാവതി ഭർത്തൃശുശ്രൂഷയിൽ യാതൊരു വീഴ്ചയും വരാതെ അദ്ദേഹത്തെ പഴയതുപോലെ തന്നെ പരിചരിച്ചു. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം ഭക്ഷണത്തിനായി ഭിക്ഷയാചിച്ചു കൊണ്ടുവരേണ്ട ആവശ്യകതയും ശീലാവതിക്ക് വന്നു ചേർന്നു. ആ ഗ്രാമത്തിൽ അതിസുന്ദരിയായ ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഉഗ്രശ്രവസ് തനിക്കൊരു വേശ്യാഗ്രഹത്തിൽ പോകണമെന്ന് വാശി പിടിച്ചു. ശീലാവതി ഭർത്താവിന്റെ ആഗ്രഹത്തിന് തടസ്സമൊന്നും പറഞ്ഞില്ല. കുഷ്ഠരോഗിയായ ഭർത്താവിന് ഈ സമയം നടക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇതിന് പരിഹാരമായി ഉഗ്രശ്രവസിന്റെ ആഗ്രഹം നടത്തിക്കാൻ ഭർത്താവിനെ ഒരു കുട്ടയിൽ വെച്ച് ചുമന്നുകൊണ്ട് ശീലാവതി നേരെ വേശ്യാഗ്രഹത്തിലേക്ക് നടന്നു. മാണ്ഡവ്യമുനി കുന്തത്തിൽ കിടക്കുന്ന വഴിയിലൂടെ ആയിരുന്നു ശീലാവതി ഭർത്താവിനെയും കൊണ്ട് പോകുന്നത്. കുട്ടയും ചുമന്ന് പോകുന്നതിനിടയിൽ മുനിയുടെ അരികിലൂടെയാണ് ശീലാവതി പോയത്. കുന്തത്തിൽ കിടക്കുന്ന മാണ്ഡവ്യനെ കണ്ടപ്പോൾ മുനിയെ നോക്കി ഉഗ്രശ്രവസ് പുച്ഛിച്ച് ചിരിച്ചു. കാര്യം മനസ്സിലാക്കിയ മുനി ഉഗ്രശ്രവസിനെ ശപിച്ചു. അടുത്ത സൂര്യോദയത്തിന് മുൻപ് ഉഗ്രശ്രവസ് മരിച്ചു പോകുമെന്നായിരുന്നു ശാപം. മുനിയുടെ ശാപം കേട്ട ശീലാവതിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. തന്റെ ഭർത്താവില്ലാതെ താൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവൾക്ക് തോന്നി. തന്റെ ഭർത്താവിനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ എങ്ങനെയും രക്ഷിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ശീലാവതി തന്റെ പതിഭക്തിയെ മുൻനിർത്തി ഒരു തീരുമാനമെടുത്തു. ഇനി മേലാൽ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു. ശീലാവതിയുടെ തപസ്സിന്റെ ശക്തിയാൽ പിറ്റേന്ന് സൂര്യൻ ഉദിക്കാൻ കഴിഞ്ഞില്ല. സൂര്യൻ ഉദിക്കാത്തതിൽ ഭൂമിയിലെ ജീവജാലങ്ങൾ പരിഭ്രമിച്ചു. കാര്യമറിയാതെ അവർ ഉഴറി. ഭൂമിയിലെ കാര്യങ്ങളാകെ താറുമാറായി. ഭൂമിയിൽ വെളിച്ചമില്ലാത്തതിനാൽ ആർക്കും ഒന്നും ചെയ്യാനാവാതെയായി. സൂര്യോദയമുണ്ടാകാതെ ഭൂമിയാകെ ഇരുട്ടിലായി. ഭൂമിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും സൂര്യൻ ഉദിക്കുന്നതിനും വേണ്ടി ഒടുവിൽ ദേവന്മാർ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും ശരണം പ്രാപിച്ചു. ത്രിമൂർത്തികൾ വിഷമത്തിലായി. അവർ പ്രശ്നപരിഹാരത്തിനായി അത്രിമുനിയുടെ പത്നിയായ അനസൂയയെ ശരണം പ്രാപിച്ചു. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം അനസൂയ ശാപം പിൻവലിക്കുന്നതിനായി ശീലാവതിയുടെ അടുത്തെത്തി. തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാമെന്ന ഉറപ്പില്ലാതെ താൻ തപസ് നിർത്തില്ലെന്നും സൂര്യനെ ഉദിക്കാൻ അനുവദിക്കില്ലെന്നും ശീലാവതി പറഞ്ഞു. ദേവന്മാർ ഉഗ്രശ്രവസിന്റെ ജീവൻ തിരികെ നൽകാമെന്ന് അറിയിച്ചു. തന്റെ പതിയെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കാമെന്ന വാക്കിന്റെ അടിസ്ഥാനത്തിൽ ശീലാവതി ശാപം പിൻവലിച്ചു. ഉഗ്രശ്രവസ് അങ്ങനെ രക്ഷപ്പെട്ടു. മാണ്ഡവ്യമുനി കുന്തത്തിൽ കിടന്ന് തന്റെ തപസ് തുടർന്നു. മുനിയുടെ ആത്മാവ് അദ്ദേഹത്തെ വിട്ടുപോകുന്നില്ലെന്നും ഇദ്ദേഹം കള്ളനല്ല, ഒട്ടേറെ കഴിവുകളുള്ള യഥാർത്ഥ മുനി തന്നെയാണെന്നും കാവൽക്കാർക്ക് മനസ്സിലായി. ഭടന്മാർ കൊട്ടാരത്തിലെത്തി ഉണ്ടായ വിവരങ്ങൾ രാജാവിനെ ധരിപ്പിച്ചു. എല്ലാം കേട്ട് കാര്യം മനസ്സിലായ രാജാവ് ഭയാക്രാന്തനായി മുനിയെ കാണാൻ ഓടിയെത്തി. തപോബലത്താൽ കുന്തമുനയിൽ കിടന്ന മുനി ഇനിയും മരിച്ചിട്ടില്ലായിരുന്നു. തന്റെ ഭടന്മാർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ രാജാവ് മുനിയോട് മാപ്പപേക്ഷിച്ചു. ചിന്താശീലനായ രാജാവ് തന്റെ തെറ്റായ തീരുമാനത്തിൽ നിന്ദ്യനായി തീർന്നു. താൻ ശിക്ഷിച്ചത് മാണ്ഡവ്യമുനിയെയാണ് എന്നറിഞ്ഞ രാജാവ് പശ്ചാത്തപിച്ചു. കുറ്റബോധത്തോടെ രാജാവ് മുനിയുടെ മുന്നിൽ നിന്നു. അദ്ദേഹത്തിൽ പശ്ചാത്താപം നിറഞ്ഞു. അല്ലയോ മഹർഷി,
അജ്ഞതയാലും മിഥ്യാബോധത്താലും ഞാൻ അങ്ങയെ വല്ലാതെ ദ്രോഹിച്ചു. എന്നോട് ക്ഷമിക്കൂ. ദയവായി എന്നെ അങ്ങ് ശപിക്കരുത്. രാജാവ് അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു. രാജാവ് ഉടൻ തന്നെ മുനിയെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. മാണ്ഡവ്യന്റെ ശരീരത്തിൽ നിന്ന് കുന്തം പുറത്തെടുക്കാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. മുനിയെ കുന്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അവസാനം കുന്തം മുറിച്ചു മാറ്റി നീക്കം ചെയ്തു. രാജ്യത്തെ വൈദ്യന്മാർ മുനിയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയെങ്കിലും ശരീരത്തിൽ നിന്ന് കുന്തമുന നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. കുന്തത്തിന്റെ അഗ്രം ശരീരത്തിൽ അവശേഷിച്ചതിനാൽ പിന്നീട് അദ്ദേഹം ആണിമാണ്ഡവ്യൻ എന്നറിയപ്പെട്ടു. മുനിക്ക് രാജാവിനോടും ഭടന്മാരോടുമുള്ള കോപത്തിലേറെ തനിക്ക് ഈ ഗതി വരുത്തിവെച്ച യമധർമ്മദേവനോടായിരുന്നു ദേഷ്യം. അദ്ദേഹമാണല്ലോ സകല ജീവജാലങ്ങൾക്കും അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുന്നത്. സദാസമയവും ദൈവഭക്തിയിലും മോക്ഷമാർഗവും ആരാഞ്ഞ് കഴിയുന്ന തനിക്ക് ഈ ഗതി വരുത്തിയത് എന്ത് ന്യായമാണ് എന്നറിയാൻ അദ്ദേഹം നേരെ ധർമ്മരാജനെ കാണാൻ തീരുമാനിച്ചു. മാണ്ഡവ്യമുനി പിന്നീട് തന്റെ യാത്ര പുനരാരംഭിച്ചു. കുന്തത്തിന്റെ ഒരു ഭാഗം ശരീരത്തിൽ തന്നെ ഉണ്ടെങ്കിലും തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. തന്റെ ശരീരത്തിലെ കുന്തമുനയെ ഒരു പുഷ്പമാലയായി അദ്ദേഹം കരുതാൻ തുടങ്ങി. അത്തരം അസാധാരണമായ തപസ്സുകൊണ്ട് അദ്ദേഹം പല സിദ്ധികളും നേടി. മാണ്ഡവ്യൻ സുഖം പ്രാപിച്ച ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. തന്റെ കർമ്മങ്ങളുടെ സത്യസന്ധതയോടെ അദ്ദേഹം യമദേവന്റെ വാസസ്ഥലത്തെത്തി. യമൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ട് ജിജ്ഞാസുവായ മാണ്ഡവ്യൻ ചോദിച്ചു, എന്താണ് എനിക്കിത്ര കഠിനമായ ശിക്ഷ ലഭിച്ചത്? ഞാൻ ചെയ്തത് എന്ത് പാപമാണ്? എന്റെ ഏതു പ്രവൃത്തിയാണ് എന്നെ അപകടത്തിലാക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? പ്രഭു, തപസ്വിയും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്തവനുമായ എന്നെപ്പോലുള്ള ഒരു നിരപരാധിക്ക് ഇത്രയും വലിയ ശിക്ഷ ഏൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ധർമ്മദേവനോട് അദ്ദേഹം തന്റെ സംശയം ചോദിച്ചു. അങ്ങ് കുട്ടിയായിരിക്കുമ്പോൾ ഈച്ചകളെ കൂർത്ത ഈർക്കിൽ മുനയിൽ കുത്തി കോർത്ത് കളിച്ചു രസിക്കുന്ന ശീലമുണ്ടായിരുന്നു. അതിന്റെ പിടച്ചിലൂടെയുള്ള മരണം കണ്ടു രസിക്കുക അങ്ങയുടെ ബാല്യകാല വിനോദമായിരുന്നു. അതിന്റെ ഫലമായാണ് അങ്ങേക്കും അതേ ദുർവിധി വന്നത്, ധർമ്മരാജൻ പറഞ്ഞു. അതിന് മാണ്ഡവ്യൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, കുട്ടികൾ തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയാനാവാത്ത പ്രായത്തിൽ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്നത് ന്യായമല്ല. അങ്ങ് ഇവിടെ എന്നോട് അന്യായം ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങും ശിക്ഷയ്ക്ക് അർഹനാണ്. മുനി തിരിച്ച് ധർമ്മദേവനും ശാപം നൽകി. ധർമ്മദേവൻ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് മനുഷ്യരുടെ കഷ്ടനഷ്ടങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കണമെന്നതായിരുന്നു ശാപം. വർഷങ്ങൾക്ക് ശേഷം സത്യവതിയുടെ മക്കളായ ചിത്രാംഗദന്റെയും വിചിത്രവീര്യന്റെയും മരണശേഷം ഹസ്തിനപുരിയിലെ സിംഹാസനം വീണ്ടും ശൂന്യമായി. മറ്റൊരു വഴിയും കാണാതെ സത്യവതി തന്റെ മകൻ വേദവ്യാസനോട് സഹായിക്കാൻ അപേക്ഷിച്ചു. അമ്മയുടെ കൽപ്പനകൾ നിരസിക്കാൻ കഴിയാത്ത വേദവ്യാസന് തന്റെ അർദ്ധ സഹോദരനായ വിചിത്രവീര്യന്റെ ഭാര്യമാരായ അംബിക, അംബാലിക എന്നിവരുമായി ശയിക്കേണ്ടി വന്നു. വ്യാസന്റെ കാഴ്ച സഹിക്കാൻ കഴിയാതെ 2 സ്ത്രീകൾക്കും അപൂർണരായ മക്കൾ പിറന്നു. ഹസ്തിനപുരി വീണ്ടും തികഞ്ഞ രാജാവില്ലാത്തതിന്റെ വക്കിലെത്തി. തകർന്ന രാജ്ഞി വീണ്ടും വേദവ്യാസനോട് രാജ്ഞിമാരുമായി ശയിക്കാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ ഇത്തവണ അംബിക തന്റെ ദാസിയെ മുനിയുടെ മുന്നിൽ നിർത്തി. പരിചാരിക മഹർഷിയെ ഭയഭക്തി ബഹുമാനത്തോടെ സ്വീകരിച്ചു. മഹർഷിയുടെയും പരിചാരികയുടെയും സംയോഗം നടന്നു. അതിവിജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടി വളർന്ന ഒരു സമർത്ഥനായ കുഞ്ഞിന് അവർ ജന്മം നൽകി. അവർ ആ കുട്ടിക്ക് വിദുരർ എന്ന് പേരിട്ടു.